എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു പ്രത്യേക ശാസ്ത്രമല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന് സഹായിക്കുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരം എന്ന് ഒന്നില്ല. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതി വെക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് പണം വാങ്ങിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്. ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാൽകളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നിർത്തണം. അത് ശുദ്ധ അസംബന്ധമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകരരാശിയുടെ മകരക്കൂറുകാരുടെ 7 ശനി തീർന്ന് സുവർണകാലം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ്. മകരരാശി എന്ന് പറയുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും, തിരുവോണം നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങളുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ഫലം കേൾക്കണം. തിരുക്കണിത പഞ്ചാംഗപ്പടി 2025 മാർച്ച് മാസം 28-ാം തീയതി ശനി മീനത്തിലേക്കും, വാക്യ പഞ്ചാംഗപ്പടി 2026 ഫെബ്രുവരി 5-ാം തീയതി ശനി മീനത്തിലേക്ക് മാറുന്നു. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായി മകരക്കൂറുകാർ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചിട്ട് താൻ ഇരിക്കുന്നത്. അതിലേറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മകരരാശിക്കാരുടെ ശരീരത്തിലുള്ള അസുഖങ്ങളും അതിൻ്റെ ഫലമായി അവർക്കുണ്ടായ വ്യഥകളുമാണ്. മകരരാശിക്കാർ ഇപ്പോൾ നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ കണ്ണ് കാണാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. കാലുകൾ ഒടിഞ്ഞും കൈകൾ ഒടിഞ്ഞും അസുഖങ്ങൾ കൊണ്ട്, ഈ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ കൊണ്ട് വിരലുകൾ എടുത്തവരും ചിലപ്പോൾ കാല് തന്നെ എടുത്തവരും, അങ്ങനെ പലതരത്തിലുള്ള കഷ്ടങ്ങളാണ് ശനി അവർക്ക് കൊടുത്തിട്ടിരുന്നത്. അതുമാത്രമല്ല, മകരരാശിക്കാരുടെ വീട്ടിൽ ഈ 7.5 ശനി എന്ന് പറഞ്ഞാൽ ഒരു 7.5 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 8 വർഷം മുമ്പ് അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ 1, 2, 3 വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് അവർ ഏത് വാഹനത്തിൽ പോകണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അത്രയ്ക്ക് ഒരു ബലത്തോടും പ്രൗഢിയോടും കൂടി ജീവിച്ച മകരരാശിക്കാരായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ 90% പേരുടെ വീട്ടിലും, മകരരാശിക്കാരുടെ 90% പേരുടെ വീട്ടിലും അങ്ങനെ വാഹനങ്ങൾ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയണം. അങ്ങനെ വാഹനങ്ങൾ ഉണ്ടായാലും ആ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള യോഗം ഇല്ലാതെ അവർ നടന്നു പോകേണ്ട, ഇല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ സഹായത്തോടു കൂടി വെളിയിൽ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വരെയും മകരരാശിക്കാർക്കുള്ളത്. ഒരുപാട് കഷ്ടങ്ങളുണ്ട്. ശരീര സുഖമില്ലായ്മ, പണം കഷ്ടം, സ്വന്തം വീടുണ്ടായിരുന്നവർ അത് വിറ്റ് വാടകയ്ക്ക് പോയവർ, വാടകയ്ക്ക് പോയിട്ടും അവിടെയും സമാധാനമില്ലാതെ ഓരോരോ വീടുകൾ മാറിയിട്ടിരുന്നവർ, ഇങ്ങനെ അനേകം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. കാര്യത്തിലേക്ക് കടക്കാം. ഈ ശനിമാറ്റം മകരക്കൂറുകാർക്ക് രാജയോഗം എന്നാണ് പറയുന്നത്. രാജയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കും എന്നാണ് അർത്ഥം. അല്ലാതെ ഉടനെ സിംഹാസനവും ചെങ്കോലും ഒക്കെ എടുത്തിട്ട് രാജാവ് എന്നല്ല. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ നിങ്ങൾ വാഴും, എല്ലാ സുഖ സൗകര്യങ്ങളോടും നിങ്ങൾ വാഴും, നിങ്ങൾ ജീവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ മനസ്സമാധാനത്തോടും ശാന്തമായും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് പാകമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശനി ഇപ്പോൾ മാറി നിങ്ങളുടെ 2-ാം ഇടത്തിൽ നിന്നും പൂർണ്ണമായും വിട്ട് 3-ാം ഇടത്തേക്ക് വരികയാണ്. പൊതുവായിട്ട് പറയുമ്പോൾ ശനി 3, 6, 11 ഇടങ്ങളിൽ, ഈ 3 സ്ഥലങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ആർക്കാണോ അവർക്ക് കണ്ണ് മൂടിക്കൊണ്ട് 2 കൈയും കൊണ്ട് വാരി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 3-ാം ഇടത്തിലാണ് ശനി വന്നിരിക്കുന്നത്. ശനി നിങ്ങൾക്ക് ഇത്രയും കാലം എന്തെല്ലാം കഷ്ടങ്ങൾ ചെയ്തോ
ആ കഷ്ടങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശനി ഒരു ധാർമ്മിക കടമയുള്ള ഒരു ഗ്രഹമാണ്. നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾക്കും നല്ലതിനും തീർച്ചയായിട്ടും ഫലങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും 100 മടങ്ങ് ശക്തിയോടെ നിങ്ങൾക്ക് തരാൻ കഴിവുള്ള ഗ്രഹമാണ് ശനി. 3-ൽ ശനി വരുന്നതോടെ, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, 3-ൽ ശനി വരുന്നതോടെ എന്ന് വെച്ചാൽ 7ാം ശനി തീർന്ന് നിങ്ങൾക്ക് നല്ല കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ശരീരസുഖമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഇരുന്ന രോഗങ്ങളിൽ നിന്നും നിങ്ങൾ കുറച്ച് പടിയായിട്ട് കുറഞ്ഞ് നിങ്ങൾ വളരെ നല്ല സുഖവാനായിട്ട്, നല്ല ശരീരസുഖമുള്ള ഒരാളായിട്ട് തീർച്ചയായിട്ടും മാറും. ശരീരസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് മനോസുഖം ഉണ്ടാകും. ശരീരസുഖവും മനോസുഖവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതവും പുഷ്ടി പ്രാപിക്കും. 3-ാം ഇടത്തിൽ ശനി വരുന്നതോടെ ഇതുവരെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർ, ഈ മനുഷ്യർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ്. നല്ല കാലം വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് നമുക്ക് അവർക്ക് തോന്നുമ്പോൾ എല്ലാം നമ്മളുടെ പുറകിൽ ഇങ്ങനെ 1000 പേരുണ്ടാകും. നമ്മൾക്ക് കഷ്ടകാലം വന്നു, നമ്മളുടെ കയ്യിൽ പണമില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെല്ലാവരും വിട്ടുപോകും. എല്ലാവരും നിങ്ങളെ വിട്ടുപോയവരാണ്. ഇനി ഒന്നൊന്നായിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്ത് അവരെ ചേർത്താൽ മതി. കാരണം ആപത്ത് കാലത്ത് നമ്മളെ സഹായിക്കാത്തവരെ ഒരു കാലത്തും വീണ്ടും നമ്മളുടെ നല്ല കാലത്ത് ചേർത്ത് വെക്കാൻ പാടില്ല. കാരണം അവരുടെ ലക്ഷ്യം നമ്മളുടെ പണം മാത്രമാണ്. നമ്മളുടെ നല്ലതിന് അവർ കൂട്ടു നിൽക്കാറില്ല. അതുകൊണ്ട് വളരെ അനലൈസ് ചെയ്ത് ഇനി അവരെ ചേർത്താൽ മതി. ഇതിൽ വന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും, നിങ്ങളുടെ ബന്ധുക്കളുണ്ടാവും, നിങ്ങളുടെ കൂടെ പിറന്നവരുണ്ടാവും, സഹോദരങ്ങൾ, സഹോദരികൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, എല്ലാവരും തന്നെ ചുറ്റുപാടുമുള്ളവർ എല്ലാവരും ഉണ്ട്. ആരെല്ലാം നിങ്ങളെ വിട്ടിട്ട് പോയോ അവരെയെല്ലാം നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു അനലൈസ് ചെയ്ത് അവരെ ചേർത്താൽ മതി. അതാണ് നിങ്ങളുടെ വരും കാലത്തിനുള്ള ജീവിതത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകും. ഇത്രയും കാലം കയ്യിലിരുന്ന പണവും പോയി കടവും വാങ്ങി അതിൻ്റെ അപ്പുറവും കണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മകരരാശിക്കാരെ, ഇനി മുതൽ നിങ്ങളുടെ കയ്യിലെ പണം സരളമായി വന്നു ചേരും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം പണം വന്നു ചേരും. നിങ്ങൾക്കത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ബാങ്കിൽ അക്കൗണ്ടിലെ പണം കൂടും. നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതിനനുസരിച്ച് നിങ്ങൾക്ക് പണവും വന്നു ചേരും. പട്ടം പദവികൾ വന്ന് ചേരും. ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടാതെ പോയ കസേര എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നവർക്കുള്ള ജോലി മേൽക്കയറ്റം, നിങ്ങൾക്ക് കിട്ടേണ്ട പദവികൾ, സ്ഥാനമാനങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടാതെ പോവുകയായിരുന്നു. ശനി അത് തടസ്സപ്പെടുത്തി വയ്ക്കുകയായിരുന്നു. ഇനി ആ കസേര, ആ സ്ഥാനമാനങ്ങളെല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങളെ തേടി വരും. നിങ്ങളത് ഓക്കെ പറഞ്ഞാൽ മതിയാവും. പണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ സ്ഥാനം ഇനി എനിക്ക് വേണ്ട എന്ന് പറയണ്ട. കാരണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരവേണ്ട സ്ഥാനം തന്നെയാണ്. അതുമാത്രമല്ല, ഇനി പറയാൻ പോകുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇപ്പോൾ ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണമില്ലായ്മ, നിങ്ങളുടെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം ഇപ്പം നിങ്ങൾ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അനേകം ശത്രുക്കൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. കാരണം എപ്പോഴും ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ ഓരോരുത്തർ സഹകരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മകരരാശിക്കാർ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഈ ശത്രുക്കൾ ഓരോന്നായിട്ട് നശിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളറിയാതെ തന്നെ ഉന്മൂലനം ചെയ്ത് നിങ്ങളെ സ്വതന്ത്രരാക്കി വിടും ശനീശ്വരൻ. ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യവും ഉന്മേഷവും കൂടിക്കൂടി വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമാവുകയും ചെയ്യുന്നതാണ്
ഇനി നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് പടുകുഴിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ കൺകുളിരെ കാണാൻ പറ്റും. ഇതുവരെ ഒരുപാട് വയസ്സായി, 30 വയസ്സ്, 32 വയസ്സ്, 35 വയസ്സൊക്കെ ഉള്ളവർ വിവാഹം ആകാതെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും മകരരാശിക്കാർക്ക് ശനി മാറ്റത്തോടെ വിവാഹം കൈകൂടി വരും. അത് കൈകൂടി വരുമെന്ന് മാത്രമല്ല, നല്ല സ്ഥലത്തിൽ നിന്ന് നിങ്ങൾക്ക് ആലോചനകൾ വരികയും നിങ്ങളുടെ വയസ്സോ പ്രായമോ ഒക്കെ നോക്കാതെ തന്നെ വിവാഹം നടക്കുകയും ചെയ്യും. ഇനി മുതൽ നിങ്ങൾക്ക് പണത്തിനൊരു കുറവും ഉണ്ടാകത്തില്ല. പണം നിങ്ങളുടെ കയ്യിൽ വരും. മകരരാശിക്കാർക്ക് ഒരു ചെറിയ ഒരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണം വരുമ്പോൾ അധികമായിട്ട് ചിലവാക്കുകയും പണമില്ലാത്ത സമയങ്ങളിൽ വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു സ്വഭാവം മകരരാശിക്കാർക്കുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 7.5 വർഷം 8 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് ഒരു പാഠമായിരുന്നു പണം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 7.5 ശനി കഴിഞ്ഞ് ഉള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുവർണകാലം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കக்கூടാതെ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പണമുണ്ടാകും. ആ പണം കൊണ്ട് തന്നെ ജീവിതം സന്തോഷകരമാക്കാനും എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വ്യാപാരം, തൊഴിൽ ചെയ്യുന്നവർ, അതിൽ വ്യാപാരം ചെയ്യുന്നവർ തൊട്ടടുത്ത കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരികയും സാധനങ്ങൾ വാങ്ങിയിട്ട് പോവുകയും കണ്ട് നമ്മുടെ കടയിൽ ആരും വരുന്നില്ലല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ച് ആരെങ്കിലും മന്ത്രങ്ങൾ ചെയ്തതാണോ തന്ത്രങ്ങൾ ചെയ്തതാണോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കടയിലും ആൾക്കാർ കൂടും, വ്യാപാരം കൂടും, പണവരവ് കൂടും, ലാഭം കൂടും. നിങ്ങൾ വളരെ സന്തോഷവാന്മാരായിട്ട് വ്യാപാരം നടത്താം. തൊഴിൽ ചെയ്യുന്നവർ, അതുതന്നെയാണ് അവർക്കും തൊഴിൽ ചെയ്യുന്നവർ. തൊഴിലിൽ വളരെയധികം ഉന്നമനം ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർ, നിങ്ങളുടെ സഹായികൾ, ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യാതെ നിങ്ങളുടെ കൂടെ ഒത്താശയ്ക്ക് നിൽക്കാതെയൊക്കെ നിങ്ങളുടെ പുറകിൽ സംസാരിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയൊക്കെ ചെയ്ത തൊഴിലാളികൾ മാറി നല്ല സഹായികൾ വന്നു ചേർന്ന് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. ആഭരണങ്ങൾ വന്നു ചേരും. കയ്യിലധികം പണം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടുകാർ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളക്കാരെന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. സ്വർണത്തിന് എത്ര വില കൂടിയാലും സ്വർണം നിങ്ങൾ വാങ്ങുകയും അത് ഇട്ട് അതിൻ്റെ അഴക് നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾക്ക് ഈ 7.5 ശനിക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് കയ്യിൽ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. അത് പല കാരണങ്ങൾ കൊണ്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ഒക്കെ പോയി ചെയ്ത് നഷ്ടപ്പെട്ടു. ഇനി പുതുതായിട്ട് ആഭരണങ്ങൾ ഉണ്ടാകും. ഇതിനു മുമ്പ് നിങ്ങൾ എത്ര വെച്ചിരുന്നതോ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ വാങ്ങി ശേഖരിക്കുകയും ആണുങ്ങൾ പോലും കഴുത്തിലും കയ്യിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് വെളിയിൽ പോകുന്ന ഒരു കാലമാണ് നിങ്ങൾക്കിനി ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വലിയ വീടുകളും കാറുകളും ബംഗ്ലാവുകളും ഒക്കെ വിറ്റ് നിങ്ങൾ വാടകയ്ക്ക് പോയി അവിടുന്ന് മാറിയൊക്കെ താമസിച്ച് കഷ്ടങ്ങളുണ്ടായി എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പുതുതായിട്ട് വീട് വെക്കണമെന്നുള്ള ആഗ്രഹം കുറച്ച് കാലം പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പണവും ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വീട് തീർച്ചയായിട്ടും വെക്കാം. വീട് വെക്കുമ്പോൾ എന്താണ് ഒരു സജഷനാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ ആളുകൾക്കനുസരിച്ച് വീട് വെക്കുക. ഇപ്പം നമ്മളുടെ ഈ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആകെ 2-3 പേരേ ഉണ്ടാകത്തുള്ളൂ. അതിന് ബംഗ്ലാവ് മാതിരിയുള്ള വലിയ വീടുകൾ വയ്ക്കുകയും പിന്നീടുള്ള കാലങ്ങളിൽ അത് വൃത്തിയാക്കാൻ പോലും കഴിയാതെ പോവുകയും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജ്യോതിഷമല്ല, എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ വീട് വയ്ക്കുക. വലിയ രീതിയിൽ വീട് വെക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് വരുന്ന പണത്തിനനുസരിച്ച് വീട് വെക്കുക. മുമ്പേ തന്നെ കൂട്ടി നിങ്ങൾ അധികം പണം കടം വാങ്ങി വീട് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ശനിമാറ്റത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.
ഉദ്യോഗാർത്ഥികൾ ഇതുവരെ നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗമായിരുന്നാലും പ്രൈവറ്റ് ഉദ്യോഗമായിരുന്നാലും ഉദ്യോഗത്തിൽ പോയിരുന്നവർ നമ്മൾ ഈ ജോലി അങ്ങ് വിട്ട് വീട്ടിലിരിക്കാം എന്നുള്ള രീതിയിൽ മനസ്സ് വെറുത്തുപോയി വളരെ മനസ്സങ്കടത്തോടു കൂടി ഇരിക്കുന്നവർക്കെല്ലാം ഇനി ഉദ്യോഗത്തിലൊരു ഉത്സാഹവും നിങ്ങൾക്കൊരു പരിഗണനയും നിങ്ങൾക്ക് മേൽക്കയറ്റവും ഒക്കെ വന്നു ചേരും. ഇതുവരെ ഇരുന്ന എല്ലാ സാഹചര്യങ്ങളും മാറി നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. രാഷ്ട്രീയക്കാർക്ക് ഇതാണ് നമ്മൾ മുമ്പേ കൂട്ടി പറയേണ്ട ഒരു കാര്യം. നമ്മളുടെ രാഷ്ട്രീയ പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ മകരരാശിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മുടെ കൂടെ കൈപിടിച്ച് നമ്മളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മളെ പുകഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും രാഷ്ട്രീയത്തിൽ വിളങ്ങാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളും വളരെ ദുഃഖകരമായ സംഭവങ്ങളാണ്. അതെല്ലാം മാറി രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകാൻ പോകുന്ന കാലമാണ് ഇനി വരും കാലങ്ങൾ. ഇനി പല വർഷങ്ങൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയക്കാർക്ക് ഒരു വലിയ ഭാവി കാണുന്നുണ്ട്. പഴയ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ വീട് വിൽക്കാതെ ബാങ്കിൽ ലോണൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ഈ സ്വന്തം വീട് വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിച്ചിഴച്ചുകൊണ്ടൊക്കെ പോയി വലിയ വീടാണെങ്കിലും കാണാൻ ഭംഗിയില്ലാതെ പെയിൻ്റ് അടിക്കാൻ പറ്റാതെ എങ്ങനെയൊക്കെ കഴിയുന്ന സാഹചര്യങ്ങളിലുള്ള മകരരാശിക്കാർ അതേ വീട് പൊലിവോടുകൂടി പെയിൻ്റൊക്കെ അടിച്ച് പുതുപ്പിച്ച് വീണ്ടും നിങ്ങളുടെ പ്രൗഢിയോടെ നിങ്ങൾ അതിൽ ജീവിക്കാൻ തുടങ്ങും. മകരരാശിക്കാർ ജ്വലിക്കുന്ന സമയമാണ്. നിങ്ങൾക്കെല്ലാം നല്ലതേ നടക്കൂ. ഇപ്പം നിങ്ങളുടെ മകരരാശിക്കാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണം വരുമ്പോൾ സ്വർണം വാങ്ങണം, അതുപോലെ തന്നെ നിങ്ങൾ ഭൂമി വാങ്ങിയിടണം എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ആഗ്രഹങ്ങളുണ്ട്. ഈ മകരരാശിക്കാർ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ഈ ലാൻഡ് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാം നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടുകയും അവർ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിയിടുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഭൂമി ആനുകൂല്യങ്ങൾ അധികമായിട്ടുണ്ട്. ഭൂമി സംബന്ധപ്പെട്ട തൊഴിലിൽ അധിക ആനുകൂല്യങ്ങൾ കിട്ടും. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ രണ്ടുപേരും മകരരാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകാം. മകരരാശി ഭാര്യയോ ഭർത്താവോ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവാം. 90% ഭാര്യ ഭർത്താക്കന്മാരും വഴക്കിടുകയും പിരിഞ്ഞു പോവുകയും വീണ്ടും ചേരുകയും വഴക്കിട്ട് ഒരേ വീട്ടിൽ താമസിക്കുകയും എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യവും ഒത്തിരി പേർക്കുണ്ട്. ഇപ്പോൾ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ മകരരാശിക്കാർ എന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പാർട്ട്ണറാണ് തെറ്റ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ അതല്ല. യഥാർത്ഥത്തിൽ മകരരാശിക്കാർ നിങ്ങൾക്ക് തന്നെയാണ് ചില മാനസിക പിരിമുറുക്കങ്ങളും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായതുകൊണ്ടാണ് ഇത് ചില പേര് ഡൈവേഴ്സ് ആയതുപോലെ ജീവിക്കുന്നതും പ്രശ്നങ്ങളുണ്ടായതും. ഇനി മുതൽ ആ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങൾ തന്നെ കോംപ്രമൈസാക്കി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് കൂടി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾ ജീവിതം നയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മകരരാശിക്കാർക്ക് എപ്പോഴും മനസ്സ് സന്തോഷമായിട്ടേ ഇരിക്കത്തുള്ളൂ ഇനി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം സന്തോഷം എന്താണെന്നറിയാതെ പോയി 7-8 വർഷക്കാലം. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ സന്തോഷം പോലും ഇനി മുതൽ വലിയ സന്തോഷമായിട്ട് തോന്നും. ആ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് എല്ലാം പോസിറ്റീവായിട്ട് നടക്കാൻ ആരംഭിക്കും. നിങ്ങൾക്ക് ഇനിയുള്ള കാലം വളരെ നല്ല കാലമെന്ന് വീണ്ടും പറയുകയാണ്. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ആരെ കൂട്ടുകെട്ടിൽ ചേർക്കാം, ആരെ ചേർത്ത് വെക്കാം, ആരെ ഉപേക്ഷിക്കണം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും അത് നിങ്ങൾ മറക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറയെ പേര് വന്നു ചേരാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിൽ ആരെ ചേർക്കണം, ആരെ ചേർക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ഒരു ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് നിങ്ങൾക്ക് വരും കാലത്തിന് നല്ലത്. വാഹനം വാങ്ങണമെന്ന് തോന്നുന്നു, നിങ്ങൾ വീണ്ടും വാഹനം വാങ്ങണമെന്ന് തോന്നുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് മകരരാശിക്കാർ ഒരു കാരണവശാലും പഴയ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ പാടില്ല.
നിങ്ങൾക്ക് പഴയ വാഹനങ്ങൾ വാങ്ങുന്നത് നിങ്ങളുടെ രാശിക്ക് നല്ലതല്ല. നിങ്ങൾ പുത്തൻ പുതിയ വാഹനം, ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള പുതിയ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്ന കണക്കുള്ള ശോഭയുള്ള വാഹനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങും. ഇതിനു മുമ്പ് ഒരു 10 മാസം മുമ്പ്, 1 വർഷം മുമ്പൊക്കെ നിങ്ങൾ വാഹനം വാങ്ങിച്ച മകരരാശിക്കാരും ഇതിലുണ്ട്. ഈ മകരരാശിക്കാർ വാങ്ങുമ്പോൾ ഈ കാലഘട്ടത്തിൽ 7ര ശനി തീർന്ന് 3-ാം ഇടത്തിൽ ശനി ഇരിക്കുമ്പോൾ പുത്തൻ പുതിയ വാഹനങ്ങൾ വാങ്ങി നിങ്ങൾ ഇങ്ങനെ തെരുവിലൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് വരുന്ന കാലഘട്ടമാണ്. 7.5 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വീഥികളിൽ എങ്ങനെ ഉലാ വന്നുവോ അതുപോലെ തന്നെ അതിലും അധിക പ്രൗഢിയോടുകൂടി പുത്തൻ പുതിയ വാഹനത്തിൽ നിങ്ങൾ അങ്ങനെ വലം വരും. കൃഷി സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, ഇനി നമ്മൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യാനേ പാടില്ല, കൃഷി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉണങ്ങിപ്പോയി വരണ്ടുപോയ നിലങ്ങളിൽ വീണ്ടും നിങ്ങൾ കൃഷി ഇറക്കുകയും പത്തരമേനി കൊയ്യുകയും ചെയ്യുന്ന കാലമാണ് ഇനി നിങ്ങളെ സഹായിക്കാൻ നമ്മൾ ജോലിക്ക് ആളുകളെ വിളിക്കുമ്പോൾ ആരും വരാതിരിക്കുകയും നമ്മൾക്ക് മനസ്സുമടുത്ത് ഇനി അത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഇടങ്ങളിൽ ഇനി ജോലിക്കാർ വരും, നിങ്ങളെ സഹായിക്കാൻ ആൾ വരും, നിങ്ങൾ തന്നെ കൃഷി ഇറക്കും, അതിൽ പത്തരമേനി കൊയ്യും. മകരരാശിക്കാരുടെ പാതയിൽ ഇനി വിഘ്നങ്ങളില്ല. അതിലുമുപരി മകരരാശിക്കാരുടെ പാതകളിൽ ആരാണ് ദ്രോഹിച്ചവർ, ആരാണ് ദ്രോഹികളെന്ന് നിങ്ങൾ കണ്ടറിയാനുള്ള ബുദ്ധി ഇനി നിങ്ങൾക്കുണ്ടാവും. കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അവരെ ചേർത്ത് വെക്കരുത്. ചേർത്ത് വെച്ചാൽ നിങ്ങളുടെ നല്ല കാലത്തിൽ അവർ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഇനി കുറച്ചു കാലം ഇപ്പോൾ ശനി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആരാണ് നിങ്ങളെ ദ്രോഹിച്ചത്, ആരാണ് നമ്മളുടെ കുതികാൽ വെട്ടിയത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ ഒരു നിമിഷവും നിങ്ങൾ താമസിക്കരുത്, അവരെ അവോയ്ഡ് ചെയ്യുക. മകരരാശിക്കാർ വിദ്യാർത്ഥികൾ ഇതുവരെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ പോയ സ്ഥലത്ത് പഠിക്കാൻ പറ്റാതെയും പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ എടുത്തു കാണിക്കുന്നില്ല. കാരണം വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവർ വയസ്സ് കുറവാണല്ലോ. അപ്പോൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട. അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാകുകയും അതിൽ നിന്ന് അവർ തന്നെ പിൻവാങ്ങുകയും പഠിക്കാൻ തുടങ്ങുകയും നല്ല അന്തസ്സോടെ ആദരവോടെ പഠിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്യും. ഇതിലെന്ത് നമ്മൾ എടുത്തു പറയുന്ന പ്രസക്തി ആർജിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് തന്നെ മനസ്സിലാകുകയും കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റുകൾ അവർക്ക് തന്നെ മനസ്സിലാകുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും വളരെ സന്തോഷമായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സാധാരണ ഏത് രാശിക്കാർക്കായാലും ശനി 3-ാം ഇടത്തിൽ വരുമ്പോൾ അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു വലിയ കോട്ടയ്ക്കുള്ള, പണ്ട് കാലത്തുള്ള രാജാക്കന്മാരുടെ കോട്ടയുണ്ടല്ലോ, ആർക്കും കീഴടക്കാൻ പറ്റാത്ത കോട്ട, ആ കോട്ടയ്ക്കുള്ള അംഗരക്ഷകരോടുകൂടി നിങ്ങളെപ്പോഴും ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ തന്നെ നശിച്ചു പോകും. അത്രയ്ക്ക് ഒരു എസ്കോർട്ടോടുകൂടി, അത്രയ്ക്ക് ഒരു സംരക്ഷണയോടുകൂടി ഇരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ മുന്നേറാം എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള അനുകൂലമായ സാഹചര്യം തീർച്ചയായിട്ടും ശനി ഭഗവാൻ നിങ്ങൾക്ക് തന്നു. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുതൊഴിൽ എന്ന് പറഞ്ഞാൽ 2 പേർ ചേർന്ന് ചെയ്യുന്നത്, 3 പേർ ചേർന്ന് ചെയ്യുന്ന തൊഴിൽ, വ്യാപാരം, അങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇതിൽ ഇനിയും ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഇളയ സഹോദരന്മാർ എന്ന് വെച്ചാൽ ഈ മകരക്കൂറുകാരിൽ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ഇളയ സഹോദരികൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് അനുസരിച്ച് പോകണമെന്നില്ല. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് ഇച്ചിരി ശ്രദ്ധയോടെ നിൽക്കണം. അവരുമായിട്ടുള്ള സഹകരണങ്ങളിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അവരുമായിട്ടുള്ള പ്രവൃത്തികളും സംസാരങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കല്യാണം കഴിഞ്ഞും മകരരാശിക്കാർക്ക് ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7-8 വർഷം 10 വർഷമോ കുട്ടികളില്ലാത്തവർക്ക് തീർച്ചയായിട്ടും കുട്ടികളുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കുട്ടികളുണ്ടാവും
അതിന് വൈദ്യസഹായമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങളാണോ, അത് നിങ്ങൾ തീർച്ചയായിട്ടും അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കുട്ടികൾ ജനിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് പരമ്പര ഉണ്ടാകും തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഇനി മുതൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിണങ്ങിപ്പോയ ദമ്പതികൾ ചേരും, ലൈഫ് പാർട്ട്ണർ വന്ന് ചേരും, ഇതുവരെ കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം വരും, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും അവരുടെ ലൈഫ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ വീട്ടിൽ നിന്നും സഹായങ്ങൾ അനേകമായി വന്നു ചേരും. അവരുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങളും സഹായഹസ്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരെ നീട്ടും. നല്ല ഒരു കാലഘട്ടമാണ്. അതുമാത്രമല്ല, നിങ്ങളെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മകരരാശിക്കാരായ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ അമ്മായിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനോ വളരെയധികം വിഘ്നങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നിലവിൽ അമ്മായിയച്ഛൻ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറുകയും അവർ നല്ല ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ഈ നല്ല കാലം കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സ്വന്തം അച്ഛൻ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയും, ഈ മകരരാശിക്കാർക്ക് ഏഴരശനി തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് പേർക്ക് ഒരു 35-40 വയസ്സൊക്കെ ഉള്ളവർക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് രോഗത്തിൽ വീഴുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളവർക്ക് നിങ്ങളെ കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ പണസ്ഥിതിയും എല്ലാം മാറി അവരും സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നും വളരെയധികം ആദരവും സഹായവും എല്ലാം കിട്ടാൻ പറ്റുന്ന ഒരു നല്ല കാലമാണ് ഇനിയുള്ള കാലം. ഇപ്പോൾ ഏഴരശനിക്കാർക്ക് വലിയ ജോലിക്ക് പോകുന്ന മക്കളൊക്കെ ഉണ്ടാകുന്ന പ്രായമൊക്കെ ഉള്ള ആ രീതിയിലുള്ള മക്കളുള്ളവർ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെയും അവരുടെ ഇഷ്ടത്തിന് താന്തോന്നിത്തമായിട്ട് നടക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പം ഇനി ആ സംഭവങ്ങളൊക്കെ മാറും. ഇനി നിങ്ങൾ പറയുന്നത് മക്കൾ കേൾക്കും, അവർക്ക് ജോലി കിട്ടും, അവർക്ക് തന്നെ മനസ്സമാധാനം ഉണ്ടാകും, അവർ സമ്പാദിച്ച് തരാൻ തുടങ്ങും, അവർ മൂലം ആദായവും ആദരവും നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ മക്കളെ കൊണ്ട് ഇനി സങ്കടങ്ങളില്ല എന്നർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മക്കളാൽ പുകഴും സന്തോഷവും ആദരവും നിങ്ങൾക്ക് വന്നു ചേരും. ശനിയുടെ 12ാം പാർവയാണ്. നിങ്ങൾക്ക് ഇതുവരെ കേസോ കോർട്ടോ ഒക്കെ എന്നും പറഞ്ഞ് നിങ്ങൾ അലഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ, ഉണ്ട്, നിറയെ പേർക്ക് കേസൊക്കെ ഉണ്ട്, ഈ കേസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾ കേസിൽ വിജയിക്കാൻ തുടങ്ങും. ഇതുവരെ നിങ്ങൾക്ക് പോയിട്ട് മനസ്സ് മടുത്തു പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും കോർട്ടും കേസുമായിട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞവർക്ക് അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാകുകയും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിയിട്ട് പോയാൽ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അതൊരു മനസ്സ് മടുക്കും. ഒരു ലിമിറ്റഡ് സമയത്തെ നമ്മളിതൊക്കെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു വീഡിയോ വെച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഇതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, നിങ്ങൾ അനുസരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പൊതുവായി ഈ മകരരാശിക്കാർ എന്ന് പറയുന്നത് അവരുടെ ജന്മം തന്നെ അവരൊരു ഗംഭീരമായിട്ടുള്ള നടത്തവും അവരുടെ സംസാരം എന്ന് പറയുന്നത് ഒരു രാജകീയമായിട്ടുള്ളൊരു സംസാരവും ഉടൈ നടൈ ഭാവങ്ങൾ എല്ലാത്തിലും ഒരു ഗംഭീരമുണ്ടാവും. അതവർ പാവപ്പെട്ടവരായാലും പണക്കാരായാലും വഴിയരികിൽ വ്യാപാരം ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരായാലും ആരായാലും അവരുടെ ആ ഒരു നടത്തത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ഗംഭീരത്വം ഉണ്ടാവും. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. കാരണം പറയും, അവൻ്റെ നടത്തം കണ്ടോ, അവൻ്റെ സംസാരം കണ്ടോ എന്നൊക്കെ പറയും. അത് നിങ്ങൾ കുറച്ച് ലളിതമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് നന്മ വരും. രണ്ടാമത്തേത്, ഒരു കാര്യം നിങ്ങളൊരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിൽ നിങ്ങൾക്ക് മടിയുണ്ടാകും. പൊതുവാണ് എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും മകരരാശിക്കാർക്ക് ഒരു മടിയുണ്ടാകും. ആ മടി നിങ്ങൾ കുറയ്ക്കണം. ഏത് ജോലി നിങ്ങൾ ചെയ്യണോ അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഈ 2 കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് വിജയത്തിൻ്റെ വേഗം കൂട്ടും. ഈ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. മകരരാശിക്കാർ, ഡോക്ടേഴ്സ്, വൈദ്യന്മാർ ഇതുവരെ അവരുടെ കൈപുണ്യം തെളിയിക്കാൻ പറ്റാതെ നിറയെ പാകപ്പിഴകളൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഇനി മുതൽ മകരരാശി ഡോക്ടേഴ്സ്
വൈദ്യന്മാരെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പേരും പുകഴും ഉണ്ടാവും. നിങ്ങളുടെ കൈപുണ്യം തെളിയിക്കാൻ പറ്റുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല കാലഘട്ടമാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ ഇനി വലിയ വലിയ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പേരും പുകഴും വർദ്ധിക്കും. അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര മേഖലകളിൽ മറ്റ് ജോലികൾ ചെയ്യുന്നവരും, നേഴ്സ്, കമ്പൗണ്ടർ, അങ്ങനെയുള്ള ഏത് ജോലിയായിരുന്നാലും അവർക്കും ഇതുപോലെ ഒരു ഉന്നമനത്തിനുള്ള ഒരു വലിയ കാലഘട്ടം തന്നെയാണ് ഇത്. മകരരാശിക്കാർ, മകരക്കൂറുകാർ സ്ത്രീകൾ ആഡംബര പ്രിയറുകളാണ്. എന്ന് വെച്ചാൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നിറയെ ആഭരണങ്ങൾ ഇടണം, നല്ല വില കൂടിയ സാരി ഉടുക്കണം, നല്ല വില കൂടിയ കാറിൽ പോകണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വാഹനമായാൽ അത് തന്നെ വില കൂടിയ വാഹനങ്ങൾ. അപ്പോൾ എപ്പോഴും ആഡംബരങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളാണ് മകരരാശിക്കാർ. ഇത്രയും കാലം വളരെ വിഷമിച്ച് വളരെ കഷ്ടപ്പെട്ട് മനോവ്യഥകളാൽ വാടിയിരുന്ന മകരരാശിക്കാർ, മകരക്കൂറുകാർ സ്ത്രീകളെ, ഇനി നിങ്ങൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഡംബര വസ്തുക്കളും നിങ്ങളുടെ വീട്ടിൽ, പുതിയ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ടി വിയും എല്ലാം, ടി വി, മിക്സി, ഗ്രൈൻഡർ എന്നെല്ലാം മാറ്റി പുതിയ പുതിയ ട്രേഡ് മാർക്കിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഗംഭീരം കാണിക്കാൻ ഇതൊരു അവസരമാണ്. കുറച്ച് നമ്മൾ കുറയ്ക്കണം. കാരണം മറ്റുള്ളവർക്ക് നമ്മളോട് ദേഷ്യമുണ്ടാകാതെ, നമ്മളോട് രഹസ്യമായിട്ട് നമ്മളുടെ എതിരിയായിട്ട് മാറാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൗഢി കാണിക്കുക. ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ തൊഴിൽ ചെയ്യുന്നവർ, ബാങ്ക് നടത്തുന്നവർ, പണയം വെച്ച് പണയം എന്ന് വെച്ചാൽ സ്വർണ്ണ പണയത്തിന് കാശ് കൊടുക്കുന്നവർ, അങ്ങനെ പണം സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു വലിയ കാലഘട്ടമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും പോയ പണം, നിങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു വരാത്ത പണം, എല്ലാ പണവും തിരിച്ചു വരികയും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നേരമാണിത്. ഇതിൽ നിറയെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ സദയം ക്ഷമിക്കുക. ഇന്നും ചെറിയ ചെറിയ വീഡിയോകൾ മൂലം നിങ്ങൾക്ക് അറിയിച്ചിട്ടിരിക്കാം. പ്രത്യേകിച്ച് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ മകരരാശിക്കാർക്കൊരു വളരെ രാജയോഗമായിട്ടുള്ള സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ സമയത്തെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കുക. ആരെ നിങ്ങൾ ഉപേക്ഷിക്കണമോ, സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും മറ്റ് ആൾക്കാരായാലും ആരെ നിങ്ങൾ ഉപേക്ഷിക്കണമോ അവരെയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുക. നന്ദി.